ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദറിൻ്റെ പ്രത്യേകമായ സ്നേഹവും വന്ദനവും എല്ലാവരെയും അറിയിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ എല്ലാവരും ബൈബിളിൽ ഒന്ന് എടുത്താട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ റജ്ജു ബ്രദർ ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിൻ്റെ സൗരഭ്യ വാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തതരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ക്രിസ്തു ചെയ്ത കാര്യമാണ്. ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ ശിഷ്യൻ ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഉടനെ കർത്താവ് ചോദിച്ചു, ഫിലിപ്പോസേ, ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നമുക്ക് വെളിപ്പെടുത്തി. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പല കാര്യത്തിനാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അതുവരെ ദൈവത്തെ യഹൂദന്മാർക്കാണ് ഏറ്റവും അധികം മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ നമ്മളിങ്ങനെ എബ്രായ ലേഖനം തുടങ്ങുന്ന ഇങ്ങനെയാണ്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് പോലും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവ് കിട്ടിയിരുന്നില്ല. ഭാഗികമായി, ഇറ്റ് വാസ് എ പാർഷ്യൽ റെവലേഷൻ. പഴയ നിയമം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭാഗിക അറിവ്. സൃഷ്ടാവായ ദൈവത്തെ അവിടെ കാണാം, നീതിമാനായ ദൈവത്തെ അവിടെ കാണാം, സർവശക്തനായ ദൈവത്തെ അവിടെ കാണാം, സർവ്വവ്യാപിയായ ദൈവത്തെ അവിടെ കാണാം, ഉടമ്പടി ചെയ്യുന്ന ഒരു ജനതയോട് ഉടമ്പടി ചെയ്ത ഉടമ്പടിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവത്തെ അവിടെ കാണാം, വാഗ്ദത്തം കൊടുക്കുന്ന ദൈവത്തെ അവിടെ കാണാം, വാക്ക് മാറാത്ത ഒരു ദൈവത്തെ അവിടെ കാണാം. അങ്ങനെ ദൈവത്തിൻ്റെ പല സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെടുന്നെങ്കിലും ദൈവത്തിൻ്റെ പൂർണ്ണത, ദൈവം ആരാന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹമാകുന്നു എന്നൊരു വാക്യം യോഹന്നാൻ്റെ ലേഖനത്തിലുണ്ട്. ഗോഡ് ഈസ് ലവ്. ഗോഡ് ഹാസ് ലവ് എന്നല്ല, പിന്നെ ദൈവത്തിന് സ്നേഹം ഉണ്ടെന്നല്ല, പിന്നെ ദൈവം സ്നേഹം ആകുന്നു. ദൈവം ഈസ് ഈക്വൽ ടു സ്നേഹം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവ സ്നേഹം മനുഷ്യരൂപത്തിലൂടെ വന്നാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന 2 സുപ്രധാന കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. 2, ഒരു ദൈവം ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് വെളിപ്പെടുത്തുക. രണ്ടും യേശു ക്രിസ്തുവിലാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവത്തിൻ്റെ പൂർണ്ണതയും കാണാം, പിന്നെന്ത് കാണാം? മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും കാണാം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും ആരിൽ കാണാം? യേശു ക്രിസ്തുവിൽ കാണാം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിനെ അനുകരിപ്പീൻ. ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ രൂപത്തിലാണ്. നമ്മളിങ്ങനെയാണല്ലോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൂതന്മാരൊന്നും ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. മനുഷ്യൻ ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സകലത്തിന്മേലും അധികാരിയായി ദൈവത്തിൻ്റെ ദിവ്യ രൂപത്തിൽ പിശാച് അവനെ ചതിച്ച് അവനെ പാപത്തിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവനിലെ പൈശാചികത വന്നതാണ്. എന്നാൽ ഒരു റിയൽ മാൻ എന്ന് പറഞ്ഞത് ദൈവരൂപത്തിലുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആ മനുഷ്യത്വം നഷ്ടപ്പെട്ട, ദൈവരൂപം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ മധ്യത്തിൽ ആ മനുഷ്യരൂപം, യഥാർത്ഥ ദൈവത്വം മനുഷ്യനിൽ മടക്കി കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. അതാണ് പുത്രൻ മുഖേനയുള്ള വീണ്ടെടുപ്പ്. വീണ്ടും തിരിച്ചെടുക്കുകയാണ്. അതാണ് വീണ്ടെടുപ്പ്. നമ്മളെ ക്രിസ്തു മുഖേന ദൈവത്തിൽ വീണ്ടെടുക്കുന്ന പദ്ധതിയാണ് ഈ ബൈബിളിൽ ആകമാനം നമ്മൾ കാണുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
അതിനകത്ത് ഏറ്റവും സുപ്രധാന കാര്യം സ്നേഹമാണ്. ഇന്ന് സ്തോത്രം പുതിയ നിയമം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്താലും സ്നേഹത്തിൽ ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിൽ ദൈവസ്നേഹം പകർന്നിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം. സ്തോത്രം. 2 തരം സ്നേഹമുണ്ടെന്ന്, മനുഷ്യൻ്റെ സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ഒന്ന് വായിച്ചേ, റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം. എല്ലാവരും പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം. ദൈവം തരുന്ന സ്നേഹം അല്ല, പിന്നെ ദൈവത്തിന്റെ സ്നേഹം. യേശു ഒരിക്കലും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, ഞാനൊരു സമാധാനം നിങ്ങൾക്ക് തരുന്നൊന്നല്ല പറഞ്ഞ, പിന്നെ ദ പീസ് വിച്ച് ഐ എൻജോയ്, എനിക്കുള്ള അതേ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഇവിടെ പറയുകയാണ് ദൈവത്തിലുള്ള അതേ സ്നേഹം. ഉറക്കെ പറഞ്ഞ ദൈവസ്നേഹം. അത് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അത് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ സ്പിരിറ്റിൽ വീണ്ടും ജനിച്ച മനുഷ്യൻ ദൈവത്തെ പോലെ തന്നെയാണ്. പ്രൈസ്. ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു. നമ്മുടെ അകത്തൊരു പുതുമനുഷ്യൻ. നമ്മുടെ ശരീരം പുതുതായിട്ടില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റവും വന്നില്ല, നിറം മാറിയില്ല, നമ്മുടെ ശരീരത്തിൽ തേജസ് വന്നില്ല, നമ്മുടെ പ്രായം കുറഞ്ഞില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ശരീരം അതുപോലെ തന്നെ. പിന്നെ സമാധാനം വന്നതിൻ്റെ ഒരു മാറ്റം മുഖത്ത് വന്ന് കാണും, അല്ലാതെ ശരീരത്തിനൊരു മാറ്റവും സംഭവിച്ചില്ല, അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സിനും, നമ്മുടെ മനസ്സ് പഴയ മനസ്സ് തന്നെയാണ്. പ്രൈസലോ. എന്നാൽ പുതുക്കം വന്നത് എവിടെയാണ്? നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ, നമ്മുടെ സ്പിരിറ്റ് മാൻ ദൈവത്തെ പോലെ തന്നെയായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ അതാണ് നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ആരോട് പറഞ്ഞു? നിക്കോദെമോസിനോട് യേശു പറഞ്ഞു. ആ കെടുന്ന ബീജത്താലല്ല, പിന്നെ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സ്തോത്രം. അത് നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മളാരും ഈ ലോകത്ത് ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. ആണോ? അല്ല, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരമാണ്. അതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ പുതുജനനവും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവം തിരഞ്ഞെടുത്ത. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നോ സുവിശേഷം കേട്ടപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം തുറന്നപ്പോൾ യേശുവിനെ നമ്മൾ സ്വീകരിച്ചു. പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല, സ്നാനപ്പെടാൻ നമ്മൾ തയ്യാറായി. ഈ ലോകത്തിലെ ഏറ്റവും മനുഷ്യന് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം സ്നാനപ്പെടാൻ, അല്ലേ? നമ്മൾ സ്നാനപ്പെട്ടത് ആരെയും പേടിച്ചിട്ടല്ല, ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല. നമ്മുടെ ഹൃദയം കർത്താവ് തുറന്നു. എന്തുകൊണ്ടാണ് ദൈവം ഹൃദയം തുറന്ന? മുൻ നിർണയിച്ചവരെ കർത്താവ് വിളിച്ചതാ. ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് കണ്ടൊരു വ്യക്തിയാണ് നീ. ലോകത്തിൽ 10,000 പേർക്ക് കിട്ടാത്ത മഹാഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ് നീ. ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്ത് നമ്മൾ സുവിശേഷം കേട്ടപ്പോഴല്ല, നമ്മൾ ഈ ലോകത്ത് ജനിച്ചപ്പോഴല്ല, നമ്മളെ സഭയെ വന്നപ്പോഴല്ല, ഉലക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവിന് നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഞാനിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ മക്കളോട് പറയാം, ഞങ്ങളുടെ മക്കളായി പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ സ്നാനപ്പെട്ടത്, ഞങ്ങളുടെ മക്കളായി പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ വിശ്വാസത്തിൽ വന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ കർത്താവ് കണ്ടതായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പറപ്പിച്ചെന്നേ ഉള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ തെരഞ്ഞെടുപ്പിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നിങ്ങൾ ഭയങ്കര സ്നേഹവാനാണ്. നിങ്ങൾ കയ്യെ പിടിച്ചടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അത്ര അഭിപ്രായമില്ലെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളെക്കുറിച്ച് കാര്യമായ ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്കും കാര്യം അഭിപ്രായമില്ലെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ പല സ്വഭാവം കണ്ടിട്ട് ഇതുവരെയുള്ള സ്വഭാവം വെച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കും അഭിപ്രായമില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് കയ്യെ പിടിച്ച് പറഞ്ഞാട്ടെ. നമ്മളിലെ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ കാട്ടിൽ മാത്രം ജീവിച്ച, ഫോൺ എന്നാന്ന് അറിയാൻ മേലാത്ത ഒരാളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ അയാൾക്ക് എന്തോ മനസ്സിലാവും. അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരഭിപ്രായമില്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരഭിപ്രായമുള്ള കാര്യം ഞങ്ങൾക്കൊരു കാടൻ അറിവേ ഉള്ളൂ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞാട്ടെ. സ്നാനപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചേ? സ്നാനപ്പെട്ടതല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നിങ്ങളിപ്പോൾ കാണുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും അല്ലാത്ത ബെസ്റ്റ് ഒരു സാധനം നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. വീണ്ടും ജനിച്ചൊരു വ്യക്തി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. സ്വോത്രം 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 സ്വോത്രം. വലിയ സാധ്യതയുള്ളൊരു വ്യക്തി നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളുടെ ആ കുശുമ്പും പിണക്കവും ഒന്നും അല്ല നിങ്ങളുടെ റിയൽ സ്വഭാവം. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. നിങ്ങളുടെ അസൂയ, കുശുമ്പ്, പിണക്കം ഇതൊന്നും അല്ലാത്ത ഒരു വീണ്ടും ജനിച്ച ദൈവത്തെ പോലുള്ളൊരു വ്യക്തി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും, നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും, നിങ്ങൾക്ക് ശത്രുവിനോട് സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സാധ്യതകളുള്ളൊരു വ്യക്തി, പുതുതായി ജനിച്ചൊരു വ്യക്തി എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. നമ്മുടെ പ്രശ്നം എത്രയുള്ളൂ, അവനെ നമ്മൾ അറിയുന്നില്ല.
അതുകൊണ്ടാണല്ലോ കൊലോസ് ലേഖനം 1:27-28. ഈ മനുഷ്യനെ നമ്മൾ അറിയാത്തതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മുടെ അകത്ത് സ്നേഹിക്കാൻ കഴിയുന്ന സാധ്യതകളുള്ള ഒരു വ്യക്തി ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ പോലെ തന്നെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ നമ്മളൊന്ന് അറിഞ്ഞാൽ നമ്മുടെ ജീവിതം പാടെ മാറും. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. 1, ദൈവത്തെ വെളിപ്പെടുത്താൻ; 2, മനുഷ്യനെ വെളിപ്പെടുത്താൻ. വീണ്ടും ഞാൻ പറയാം, ആ യേശു ക്രിസ്തുവിൽ കാണുന്ന സകല ശക്തിയുമുള്ളൊരു വ്യക്തി നിങ്ങളുടെ അകത്തുണ്ട്. ആ യേശു ക്രിസ്തുവിൽ കാണുന്ന മുഴുവൻ പവറുമുള്ളൊരു വ്യക്തി നിങ്ങളുടെ അകത്തുണ്ട്. ആ യേശു ക്രിസ്തുവിൽ കാണുന്ന സകല സ്വഭാവങ്ങളുണ്ട്. ആമേൻ. വായിച്ചാട്ടെ കൊലോസ്യർ 1:27-28. ഗലാത്യർ 2:20 ബെന്നി ബ്രദർ എടുത്തു വെച്ചാൽ നല്ലതാ. ഗലാത്യർ 2:20. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത്. ദൈവത്തിന്റെ സ്നേഹം യേശു ക്രിസ്തു അല്ലേ? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തും ഇരിപ്പുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് യേശു ക്രിസ്തു അല്ല, റിയൽ ജീസസ് എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. ഒന്ന് വിളിച്ചു പറഞ്ഞ്, എൻ്റെ അകത്ത് യേശു ഉണ്ട്. നമ്മുടെ പ്രശ്നം ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. പിള്ളേർക്ക് ഇപ്പോൾ അറിയത്തില്ല ഞാൻ ആണാണോ പെണ്ണാണോ, കുറച്ചാൾ കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചില കുഞ്ഞുങ്ങൾ പറയുന്നത് ഞാൻ പട്ടിയാണ്. യെസ്, ചിരിക്കാൻ പറയല്ല, വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഞാൻ പൂച്ചയാണ്, ഞാൻ മരമാണ്. ഒരു കുഞ്ഞ് 4 കാലം നടന്നു വെച്ച് കുരയ്ക്കുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പട്ടിയാണ്, ഞാൻ പൂച്ചയാണ്. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ വല്ലാത്ത കാലത്തെത്തിയിരിക്കുകയാണ്. അത്രയും പ്രശ്നം നമുക്കില്ലെങ്കിലും നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കയ്യെ പിടിച്ച് പറഞ്ഞ് അകത്തുള്ള യേശുവിനെ അറിയാമല്ലേ പറഞ്ഞാട്ട്. എന്നിട്ട് ചുമ്മാ ഞാൻ തോമസ് ഊട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുക. കയ്യെ പിടിച്ച് പറഞ്ഞ് നിൻ്റെ പേര് പറഞ്ഞിട്ട് നീ ഇന്നടത്ത് എന്നെ ആളാണെന്ന് പറഞ്ഞ് നടക്കുക. അതൊക്കെ പഴയ ആളാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പണ്ടേ പോയി. പുതിയൊരു വ്യക്തി എൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ പഴയ ആളല്ല, പഴയത് കഴിഞ്ഞു പോയി. ഉറക്കെ പറഞ്ഞേ, പഴയത്. അപ്പം നമുക്കൊരു നിമിഷം ഇനി പ്രസംഗത്തിൻ്റെ ബാക്കി കേൾക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. ഇതിങ്ങനെ വാക്യങ്ങൾ കേൾക്കുക മാത്രമല്ല, കർത്താവേ എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കണമേ. ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് എൻ്റെ അകത്തെ ആ സാധ്യതയുള്ള വ്യക്തി ഒന്ന് തിരിച്ചറിയാൻ. സ്വോത്ര യേശു നടന്ന പോലെ ഇവിടെ നടക്കാൻ. നമ്മൾ വായിച്ച വാക്യം തന്നെ, ദൈവത്തെ അനുകരിപ്പീൻ. ഉറക്കെ പറഞ്ഞേ, എന്തോ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദൈവത്തെ അനുകരിപ്പീൻ. കയ്യെ പിടിച്ച് പറ, നിങ്ങളിൽ ആ സാധ്യതകളുണ്ടോ അത് പറഞ്ഞിരിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ ആകാൻ ഇഷ്ടമുണ്ട്? അങ്ങനെ ആണ്. ആ വ്യക്തിയെ ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് ആ വ്യക്തിയിലൊന്ന് ജീവിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കരവുയർത്തി പിടിച്ച്. ഈ കർത്താവിനെ പോലെ ആയ ഒത്തിരി ഗുണമുണ്ട്. ഭയങ്കര തിരമാല അടിക്കുക. എനിക്ക് കർത്താവിൻ്റെ സ്വഭാവങ്ങളിൽ ചില സ്വഭാവം കേട്ടാൽ ഭയങ്കര നമുക്ക് രസം തോന്നും. വള്ളത്തെ പോവാണ് അക്കരയ്ക്ക്, ശിഷ്യന്മാരും ഉണ്ട് കൂടെ. ഭയങ്കര തിരമാലയും കൊടുങ്കാറ്റും അടിച്ചുടനെ പടക് വെള്ളം കൊണ്ട് മുങ്ങുമാറായി. പടക് അവിടെ കിടന്ന് യേശു ഉറങ്ങുക. ഇത്രയൊരു ഉറക്കക്കാരനെ ഞാൻ ആദ്യം കാണുന്ന യേശുവിനെയാണ്. ഭയങ്കര തിരമാല, ഭയങ്കര കൊടുങ്കാറ്റ്, പിന്നെ പടക് തിരകളാൽ മുങ്ങുമാറായി. പിന്നെ പടക് വെള്ളം കൊണ്ട് സുഖമായിട്ട് തലയണ അമരത്ത് വെച്ച് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുക. കയ്യെ പിടിച്ച് പറ, ഈ സൈസ് രക്ഷകനാ നിങ്ങളുടെ രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അത് സാരമില്ല, അത്ര അങ്ങ് ഉറങ്ങിയെന്ന് വെച്ചു, അത്ര സമാധാന സ്തോത്രം. പക്ഷേ ഈ 12 പുള്ളികൾ എന്ത് ചെയ്യാണ്? അതിഭയങ്കര ശബ്ദത്തിൽ ആരെ വിളിക്കുകയാണ്? കർത്താവെ കുലുക്കി വിളിച്ചിട്ട് ഉണരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, എഴുന്നേറ്റുടനെ കർത്താവിൻ്റെ ഉറക്കം ശല്യപ്പെടുത്തിയതിന് വഴക്കും പറഞ്ഞു. നിങ്ങൾക്കങ്ങ് ഹാൻഡിൽ ചെയ്തോളാൻ മേലായിരുന്നു. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞേ, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളെന്തിനെ എൻ്റെ വിശ്വാസത്തെ പിടിക്കാൻ വന്നത്? കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് സ്തോത്രം. ഞാൻ ഇപ്പം മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ചില കാര്യമൊക്കെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് അനങ്ങുന്നില്ല, ഉറക്കമാണെങ്കിൽ ഞാനൊരു വേല പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ടൊന്നും ചില കാര്യം നടക്കുന്നില്ലെങ്കിൽ നിങ്ങളും കൂടെ ആ സൈഡിലോട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോളും. ഇനിയിപ്പോൾ ഇതേ കർത്താവിനിട്ട് ഏക പണി ചെയ്യാനൊക്കത്തുള്ളൂ. കയ്യെ പിടിച്ച് പറഞ്ഞാട്ടെ, നിങ്ങളൊന്ന് സ്വത്രം ഒരാഴ്ച ഉപസിച്ച് നോക്കി പറഞ്ഞാട്ടെ, നിലവിളിച്ച് നോക്കി ഒരനക്കോ ആൾക്കില്ലെങ്കിൽ നിങ്ങൾ സൈഡിലോട്ട് കിടന്ന് അതിലും കൂർക്കം വലിച്ച് ഒരൊറ്റ ഉറക്കം ഉറങ്ങണം. അങ്ങനെ ആ പത്രോസ് ഉറങ്ങിയതാണ് ജയിലിൽ കിടന്നുറങ്ങിയതായിട്ട് കാണും. അങ്ങനെ ജയിലിൽ കിടന്നുറങ്ങുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വരും, സംഭവങ്ങൾ മാറിത്തീരും. അങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്നേ. കൈ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുകയാണ്, അവനിൽ നിങ്ങൾ
ഇനി വല്ലതും കിട്ടാനുണ്ടോ? എല്ലാം കിട്ടി. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, സ്തോത്രം, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളിലേതൊന്ന് കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ ദൈവത്തെ അനുകരിപ്പീൻ. എന്താണ് ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ? ആരെ അനുകരിക്കാൻ? യേശുവിനെ. ദൈവത്തെ വെളിപ്പെടുത്തിയത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കതാണ് ആ പാട്ട് പാടാവുന്നത്. യേശുവേ നിന്റെ രൂപം, ഓ യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തിലിരിക്കാതെ കണ്ണുകളൊക്കെ നടച്ച് ആത്മാർത്ഥമായിട്ട് കൈ ഉയർത്തി അവരവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കണ്ണും തുറന്നിരണേ കർത്താവേ. ആ യേശു എൻ്റെ അകത്തുണ്ടല്ലോ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. എനിക്ക് പിടികിട്ടുന്നില്ല കർത്താവേ. ഞാനിടയ്ക്ക് കോപിഷ്ഠനായി പോകുന്നു, ഞാനിടയ്ക്ക് തളർന്നു പോകുന്നു, ഞാനിടയ്ക്ക് കൊടുങ്കാറ്റിലും തിരമാലകളിലും അയ്യോ എന്ന് വെച്ചു പോകുന്നു. സ്തോത്രം. നമ്മുടെ അകത്തുള്ള ഈ ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചറിയുവാൻ, നമ്മുടെ ക്രിസ്തുവിനെ ഒന്ന് കെട്ടഴിച്ചു വിടുവാൻ, നമ്മളൊന്ന് ഇല്ലാതാകുവാൻ, ഞാൻ ഇല്ലാതാകണം, ക്രിസ്തു എന്നിൽ വളരണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചെന്ന് എനിക്കിതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 3 മാസമാകുമ്പം കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ കാലെടുത്ത് വായി വെക്കും. കണ്ടിട്ടുണ്ടോ? അത് അമേരിക്കയിലെ കൊച്ചു എന്ത് ചെയ്യും? 3 മാസമാകുമ്പോൾ അതവിടെ ചെയ്യും. അതെന്നാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ ഡെവലപ്പ് ആകുന്നതിൻ്റെ രുചിയാണ്. എന്ത് കൊടുത്താലും ഇവിടെ വെക്കും. അപ്പോൾ ഈ കുഞ്ഞിക്ക് മലക്കടപ്പ് കിടക്കുമ്പോൾ അതിൻ്റെ കാലിങ്ങനെ മുമ്പിലുണ്ട്. എപ്പോഴും ഏത് കാണാം? കണ്ണ് കാഴ്ച വന്നപ്പോഴാണ് ഏത് കണ്ടത്? കൈ ഇങ്ങനെ പിടിച്ചു, ആ കാല് പിടിച്ചു. ആദ്യം പുള്ളി എന്ത് ചെയ്തു? അപ്പോൾ വേറൊന്നുമല്ല, അതിൻ്റെ കാല് കണ്ടുപിടിച്ചതാണ്. ഹലോ, എന്താണ്? 3 മാസമായപ്പോഴാണ് കുഞ്ഞിനെ ഏത് കണ്ടുപിടിച്ചത്? കാല്. അതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ രസത്തിൽ അവൻ നുണയാണ്. എനിക്കൊരു കാലുണ്ടെന്ന് പറഞ്ഞ് നുണയാണ്. കയ്യെ പിടിച്ച് ഇതുപോലെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തണം. പറഞ്ഞാട്ടെ. സ്വത്ര ഉയരങ്ങളിൽ നടക്കാൻ കഴിയുന്ന ഒരാൾ നിങ്ങളുടെ അകത്തുണ്ട്. സ്വത്ര സകലത്തെയും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അകത്തുണ്ട്. നടക്കാൻ കഴിയുന്ന ഒരു കാല് നിങ്ങൾക്കുണ്ട്. സ്വർഗത്തിലേക്ക് പോകുകയും വരികയും ചെയ്യാൻ പറ്റുന്നൊരു കാല് നിങ്ങൾക്കുണ്ട്. സ്വത്ര സ്വർഗീയ കാര്യങ്ങൾ ദർശിക്കാൻ കഴിയുന്ന ഒരു കണ്ണ് നിങ്ങൾക്കുണ്ട്. ആമേൻ. ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു കാത് നിങ്ങൾക്കുണ്ട്. ഇത് ആ പാടെ ഈ ചെവിയാണ്. അതാ ഇങ്ങനെ വട്ടം പിടിച്ച് വെച്ചിരിക്കുക. അവരെന്നെക്കുറിച്ച് എന്നാ പറഞ്ഞു, ഇവരെന്നെക്കുറിച്ച്. കർത്താവിൻ്റെ രാവിലെ ദൈവശബ്ദം കേൾക്കാൻ പറഞ്ഞാട്ടെ. നിന്റെ അകത്ത് ഒരു ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന വ്യക്തിയുണ്ട്. അവരെന്തു പറഞ്ഞാലും ഇവരെന്തു പറഞ്ഞാലും നിന്നെ ബാധിക്കാത്ത ആ കാര്യത്തിൽ ദൈവത്തിന് നിന്നോട് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാൻ പറയുന്ന ഒരു വ്യക്തി നിന്റെ അകത്തുണ്ട്. സ്വത്രം. കയ്യെ പിടിച്ച് പറഞ്ഞിട്ട് പുതുമനുഷ്യനായ പോരാ, പുതുമനുഷ്യനെ ഉപയോഗിക്കാൻ പഠിക്കണം. നമുക്കൊന്ന് കര ഉയർത്തി പ്രാർത്ഥിക്കാം. ഇതിങ്ങനെ പ്രസംഗം കേട്ടോണ്ടിരിക്കാതെ, കർത്താവേ, ആ വ്യക്തിയിൽ ഒന്ന് ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ. അപ്പം നമുക്ക് തികഞ്ഞവരായിട്ട് ഇവിടെ നടക്കാൻ പറ്റും. ദൈവത്തെ പോലെ ഇവിടെ നടക്കാൻ പറ്റും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു നമ്മുടെ മാതൃകയാണ്. ഏത് പ്രതിസന്ധിയും യേശു നേരിട്ട പോലെ നേരിടുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടില്ലേ? അപ്പോസ്തലന്മാർ ആ സ്റ്റാൻഡേർഡിൽ ജീവിച്ചു. എനിക്ക് നിങ്ങൾക്കും അത് തന്നെ സാധിക്കും. ഒരു പ്രതിസന്ധിയും നമ്മളെ തകർക്കത്തില്ല. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നവും കൊണ്ട് അയ്യോ എന്നൊരിക്കലും വെച്ചില്ല. അയ്യോ എന്നൊരു വാക്കാരുടെ വായിന്ന് വന്നില്ല. കർത്താവ് എപ്പോഴും പറഞ്ഞ് അങ്ങനെ സംഭവിക്കേണ്ടത് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാവുന്നതിന് മീതെ പരീക്ഷ സംഭവിക്കാൻ സമ്മതിക്കാതെ നിങ്ങളുടെ പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഒരുക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അങ്ങനെ വല്ലവരും ഇവിടെ ഉണ്ട് കൈ ഉയർത്തി പിടിച്ചോട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന ലോകസ്ഥാപനത്തിൽ വിളിക്കപ്പെട്ട നിനക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരി എന്ന് പറഞ്ഞാൽ ഒരു വിഷയവും നിന്റെ വികാരത്തെ ഇളക്കത്തില്ല. ഏത് കാര്യം കണ്ടാലും അതിൻ്റെ മുകളിൽ ജീവിക്കാൻ കഴിയുന്ന പുതു മനുഷ്യനിൽ ജീവിക്കണം. മനുഷ്യനായിട്ട് ജീവിച്ചാൽ പോരാ, പുതു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ച്. ഹല്ലേലൂയ. നിനക്ക് പുതു മനുഷ്യന് ശത്രുക്കളില്ല. പുതു മനുഷ്യന് മനുഷ്യ ശത്രുക്കളില്ല.
പുതുമനുഷ്യൻ സമൂഹത്തിന് അനുഗ്രഹമായിരിക്കും. പുതുമനുഷ്യൻ ഇന്ത്യക്ക് അനുഗ്രഹമായിരിക്കും. പുതുമനുഷ്യൻ ഭാര്യയ്ക്കും ഭർത്താവിനും അനുഗ്രഹമായിരിക്കും. പുതുമനുഷ്യൻ മക്കൾക്ക് അനുഗ്രഹമായിരിക്കും. പുതുമനുഷ്യൻ ഒരു പേടി സ്വപ്നമായിരിക്കുന്ന പിശാചിന് മാത്രമായിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവെ, പുതുമനുഷ്യനെ അറിയുവാനും പുതുമനുഷ്യനിൽ സംസാരിപ്പാനും പുതുമനുഷ്യനിൽ ജീവിപ്പാനും പുതുമനുഷ്യനിൽ കൊടുപ്പാനും പുതുമനുഷ്യനിൽ നടക്കാനും പുതുമനുഷ്യനിൽ കേൾക്കാനും പുതുമനുഷ്യനിൽ കാണാനും പുതുമനുഷ്യനിൽ സംസാരിപ്പാനും എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. ഇനി ഞാനല്ല സംസാരിക്കുന്നത്, എൻ്റെ അകത്തിരുന്ന് ക്രിസ്തു സംസാരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങളിൽ ക്രിസ്തു സംസാരിക്കുന്നു എന്നതിന് തെളിവ് ചോദിക്കുന്നല്ലോ ചിലർ. നമ്മളിൽ ക്രിസ്തു സംസാരിക്കും. നമ്മളല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല, ക്രിസ്തു അത്രേ. ഗലാത്യ ലേഖനം 2:20 വായിച്ചാട്ടെ. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഏത് ഞാൻ? നമ്മളിലെ പഴയ മനുഷ്യൻ, പകയുള്ള, പണക്കമുള്ള, നിരാശയുള്ള, ഭാരമുള്ള, അഹങ്കാരമുള്ള, ഞാൻ ആരോ ആണെന്നുള്ള തോന്നലൊക്കെ ഉള്ളൊരു വ്യക്തി നമ്മുടെ അകത്തുണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലൂസ് തൻ്റെ പഴയ മനുഷ്യനെ കുറിച്ച് പറയാണ്. അത് വായിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ വായിച്ചോ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിലൊരു ഞാനുണ്ട്. ഈ ലോകം നമ്മളെ പഠിപ്പിച്ചു നമ്മൾ ആരോ ആണ്, അല്ലേ? നമ്മളേതോ ഒരു കുടുംബത്തിൽ ജനിച്ചപ്പോൾ കൊച്ചുനാൾ മുതലേ നമ്മുടെ അപ്പനമ്മമാരൊക്കെ പറഞ്ഞു, മക്കളെ, നമ്മുടെ വീട്ടുകാർ അങ്ങനെ കേട്ടോ, നമ്മുടെ വീട്ടുകാർ ഇങ്ങനെ കേട്ടോ. അവർ നമുക്ക് തന്ന ഒരു സ്വയം നമ്മുടെ അകത്തിരിപ്പുണ്ട്. നമ്മുടെ മതം നമുക്ക് തന്നൊരു സ്വയം, യഹൂദ മതം തന്നൊരു സ്വയം, നമ്മുടെ വിദ്യാഭ്യാസം തന്നൊരു സ്വയം, നമ്മൾ ഡെവലപ്പ് വന്ന ഒരു പഴയ മനുഷ്യൻ്റെ സ്വയമുണ്ട്. എന്നാൽ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വയം ദൈവം നമുക്ക് തന്നിരിക്കുക. ആ ക്രിസ്തുവിൻ്റെ സ്വയം ഇതിനെല്ലാം ജയിക്കുന്നതാണ്. ഒരു പ്രശ്നവും നിന്നെ തൊടത്തില്ല. നീ ഒരു ജയാളിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഒരു ജയാളിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഒരു ജയാളിയാണ്. വീണ്ടും ഞാൻ എഴുതി വെച്ച് തരാം, ഈ ലോകത്തിലെ ഒരു പ്രശ്നവും നിന്നെ ജയിക്കത്തില്ല. നീ ഇന്ന് ഭാരത്തോടെ വന്നിരിക്കുന്ന ഒരു വിഷയവും നിന്റെ തലയ്ക്ക് മുകളിൽ വരത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ വിഷയത്തെ നോക്കി പറയണം, നീ എൻ്റെ തലയ്ക്ക് മുകളിൽ പോകത്തില്ല, മറിച്ച് ഞാൻ നിന്നെ ജയിച്ചിരിക്കും. കരമൊന്ന് അടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലായിടത്തും ഞങ്ങള് ജയോത്സവമായി നടത്തും യേശു ക്രിസ്തു മുഖാന്തരം. ഉറക്കെ പറ, യേശു ക്രിസ്തു മുഖാന്തരം. നമ്മുടെ സ്വയത്തിലല്ല, പിന്നെ യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും ഞങ്ങളെ ജയോത്സവമായി നടക്കുകയും എല്ലായ്പ്പോഴും ഞങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ സൗരഭ്യവാസനം വെളിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിച്ച, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തില് നീ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ജയാളികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം ഓ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നമ്മളിടയ്ക്ക് ആ പാട്ട് തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ ഉള്ളിലായെന്ന് നമ്മൾ പാടാറുണ്ട്. അങ്ങനെ പാടിയാലോ? തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ ഉള്ളിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ ഉള്ളിലായി, നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായി ഉള്ളതിനാൽ കരമടിച്ച് ജയം നിശ്ചയം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ ഉള്ളിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ ഉള്ളിലായി, നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായി ഉള്ളതിനാൽ ജയം ജയം ഓ വാദ്യഘോഷങ്ങളോടെ നാം ജയത്തിന്റെ പാട്ടുകൾ, വാദ്യഘോഷങ്ങളോടെ ജയം 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 അന്യഭാഷയിൽ ആരാധിച്ചു.
അകത്തെ മനുഷ്യൻ ആരാധിക്കണം. Praise the Lord. ആ അകത്തെ മനുഷ്യൻ, ദൈവസ്നേഹത്തിന്റെ തികവുള്ള മനുഷ്യൻ എങ്ങനെയാ ജീവിക്കുന്നെന്നുള്ള, വിവിധ സാഹചര്യങ്ങൾ എങ്ങനെയാ ചെയ്യുന്നെന്നുള്ളത് നിങ്ങളോട് പങ്കിടാനാണ് എൻ്റെ ആഗ്രഹം. ആ പുതു മനുഷ്യൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്, അതാണ് ലേഖനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രതിസന്ധികൾ വന്നപ്പോൾ, അപ്പോസ്തലന്മാരെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ, നമ്മളെന്താണല്ലോ ഓരോ പ്രതിസന്ധി വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിച്ചു പോകും, നിങ്ങളായാലും ഞാനായാലും. പക്ഷേ അതിൻ്റെ മുകളിൽ അന്നേരം ചാടിക്കയറണം. ഇന്നെന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ പ്രശ്നം കാണും. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൽ വീണ്ടും ജനിച്ച ദൈവപൈതലെ, യേശുവിനെ വെച്ചിട്ട് ദൈവമക്കളുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞാനിപ്പോൾ തന്നെ പറയാം, ആ വിഷയം നിൻ്റെ കാലിൻ്റെ കീഴിലാണ്. കാലിൻ്റെ കീഴിലാണ്, പക്ഷെ നീ അതിനെ കാൽ കീഴിലാക്കണം. എങ്ങനെ? കർത്താവ് ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളെ കാര്യമാക്കിയില്ല. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. പറയാം എവിടാന്ന്. യായിറോസിൻ്റെ മോളെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് ചെല്ല് വന്നിട്ട് പറഞ്ഞു, ഇനി പോയിട്ട് കാര്യമൊന്നും ഇല്ല, ബാല മരിച്ചുപോയി, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ കാനഡയിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട്, ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആളാണ്. ഞങ്ങൾ ഒന്നിച്ചവിടെ ശുശ്രൂഷിക്കാനൊക്കെ ദൈവം കൃപ തന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് തനിക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിലോട്ടും എല്ലാം അസൽ ഹാർട്ട് പ്രോബ്ലം പോലെ നെഞ്ചുവേദനയാണ്. എനിക്കും അത് കേട്ടപ്പോൾ ആദ്യം ബുദ്ധിമുട്ടും മനപ്രയാസവും ഉണ്ടായി. ഞങ്ങൾ ഒന്നിച്ച് ചില ദിവസം മുമ്പുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നൊരു പയ്യൻ തൻ്റെ വലിയ ജോലിയൊക്കെ വിട്ട് തനിക്ക് നെഞ്ചുവേദന എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടായി. അപ്പം അതേ ഉപവാസത്തിലും കൂടെയാണ്. ഞാൻ പറഞ്ഞു, ഏതായാലും ഒന്ന് ചെക്ക് ചെയ്യും. നീനായും പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്യും. ഞാൻ ചെക്ക് ചെയ്യാൻ വരട്ടെ. നമുക്ക് അതിന് മുമ്പ് നമ്മളിപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ചിലത് കണ്ടല്ലോ, ഹാർട്ട് പ്രോബ്ലം എന്ന് കണ്ടല്ലോ, അടുത്തിപ്പോൾ സ്റ്റെന്ത് ഇടുന്ന കാര്യം കണ്ടല്ലോ. അത് നമുക്ക് കർത്താവിനോടൊന്ന് സോറി പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് കയറാമെന്ന്. എന്നിട്ട് അവിടെ അദ്ദേഹവും ഇവിടെ ഞാനും നീനായും ഞങ്ങൾ ഫോണിൽ കൂടെ ആത്മാവിൽ അല്പസമയം ആരാധിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു നോർമൽ ഹാർട്ട് കാണട്ടെ എന്ന് കൽപ്പിച്ചു. ഞങ്ങൾ അല്പസമയം അതിൻ്റെ മുകളിൽ കയറി കയ്യപ്പെടുത്തി പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയം വാസ്തവത്തിൽ നിങ്ങളതിന് മുകളിലാണ്. പറഞ്ഞാട്ടെ, നിങ്ങളിലെ വീണ്ടും ജനിച്ച മനുഷ്യൻ അതിന് മുകളിലാണ്. ഈ വീണ്ടും ജനിച്ച മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വന്നാണോ സ്വർഗത്തിൽ നിന്ന് വന്നാണോ? ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ. നമ്മളെ പുതുതായി ജനിച്ച ഒരു ബീജം വന്ന് വീണല്ലേ, ആ ബീജം അപ്പനീന്നോ അമ്മയിന്നോ അല്ലല്ലോ, പിന്നെ എവിടുന്ന? സ്വർഗത്തിൽ നയിക്കപ്പെട്ട. ആമേൻ. കയ്യപ്പിടിച്ച് പറഞ്ഞിട്ട് നീ എപ്പോഴും മുകളിലാന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും മുകളിലാണ്. പറഞ്ഞാട്ട് റബല എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാണ്. അപ്പം തന്നെ ഈ ലോകം നിന്നെ, യേശുവിനെ ഒരു കുഴിമാടത്തിൽ വെച്ച പോലെ നിന്നെയും വെക്കാനാണ് നോക്കുന്നത്. പക്ഷെ അധികം നേരം നിന്നെ അവിടെ വെക്കത്തില്ല. 3-ാം നാൾ പൊട്ടിച്ചെഴുന്നേറ്റ് വന്ന് കരമൊന്ന് അടിച്ച് അഭിഷേകത്തിൽ ആരാധിച്ച് അത് കേട്ടപ്പോൾ തന്നെ ഒരു അഭിഷേകം വരുന്നില്ലേ? അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തേ. അതെ ജോമോനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ജഗത് പ്രഭാല ഹതുരാജ. നമ്മുടെ ഹൈദരാബാദിലെ ജയമോൻ ബ്രദർ അത് കേട്ടപ്പോൾ ആത്മാവിലാകുന്ന എന്താണെന്ന് എനിക്കറിയാം. അത് ജയമോനല്ല, ജയമോൻ്റെ അകത്ത് വീണ്ടും ജനിച്ച ആളാ തുള്ളുന്ന്. റംദനാർ ഘടകപ്രഭാല ഹത്തര. ലോകം തന്ന നിന്നെ ചുറ്റിയ ഉടുപ്പ് നീ ഉരിഞ്ഞു വെളി വെക്കും. ലോകം നിന്റെ മുമ്പിൽ ഉരുട്ടി വെച്ച കല്ലറയെ, സ്വത്രം, ആ കല്ലറയുടെ അടപ്പിനെ നീ ചവിട്ടി മാറ്റും. ഉറക്കാല ഗക്ഷപ്രഭാല ഹത്തുര ജഗനെ ഹംദര ജഗന ഹംദര ഷൈഡ രാജ ദാല റൈഡ. എല്ലാവരും ആരാധിച്ചാട്ടെ. ഇന്ന് ഒരു വലിയൊരു വിടുതൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റംദന നിന്നെ ജനിപ്പിച്ച സ്ഥലവുമായി നീ ബന്ധപ്പെട്ടിരിക്കുക. ഈ ആരാധനയിൽ നീ ജനിപ്പിച്ച സ്ഥലവുമായി നീ ബന്ധപ്പെട്ടുകൊണ്ട് അന്യഭാഷ വരുന്നു. പ്രഭാല ഘടക പ്രഭാല ഹത്തുര ജഗന ഹംദ രാജ അർബ രാജ ധാല റൗഡ രക്ത രാജ ധാല വൈഡ രക്ത രാജ. നീ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് കൗണ്ടുകൾ നോർമലാവും. നീ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഴ്ചയിൽ നീ എന്തോ സംഭവിക്കുന്നു പേടിച്ച വിടുതലാവും.
ജാല വൈഡ രാജ ദാല റൂഡ ബാബ റംബ. നിന്റെ ഓഫീസിൽ നിനക്കെതിരെ കരുനീക്കിയ വിഷയങ്ങൾ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിടുതലാവും. ആരാധിച്ചാട്ടെ. ശക്തിയോടെ ഞാനും ആ സഹോദരനും കൂടെ, ഞാനിവിടെയും അദ്ദേഹം കാനഡയിലിരുന്നപ്പം അദ്ദേഹം അതിനിടെ സുവിശേഷ വേലയിൽ ഇടയിലാണ്, ഉപവാസമാണ്. ഞങ്ങൾ രണ്ടുപേരും ആത്മാവിൽ ആരാധിച്ചു. എൻ്റെ അകത്തും വലിയൊരു ബലം വന്നു. സ്തോത്രം. അദ്ദേഹവും ആ വിഷയത്തിൻ്റെ മുകളിൽ കയറി. അപ്പം അതിന് പോയി ചെക്ക് ചെയ്തോ നോർമലായിരിക്കും എന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് എനിക്ക് അയച്ചു. എൻ്റെ ECG എടുത്തു, എൻ്റെ ബ്ലഡ് നോക്കി. എൻ്റെ ഹാർട്ട് ആബ്സല്യൂട്ട്ലി നോർമൽ. ഒന്ന് കരം അടിച്ചൊന്ന് കർത്താവിനെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ യുറപ്രഭാല കർത്താവ് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലെ ഒന്നും നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. സകലത്തെയും കീഴ്പ്പെടുത്തുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് തൻ്റെ താഴ്ചയുള്ള ശരീരങ്ങൾ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാട്ടെ. ആ പ്രതിസന്ധി കണ്ട് തളരാതെ, ആ മക്കളുടെ കാര്യം കണ്ട് ഭയപ്പെടാതെ, വിദേശത്തുള്ള നിന്റെ പ്രിയപ്പെട്ട വ്യക്തി ആയിരിക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് നീ ഭാരപ്പെടാതെ നീ ഇവിടെ ആരാധിക്കുമ്പോൾ, ഇവിടെ ആമേൻ ഉയരത്തിൽ ജനിച്ച നീ അതുമായി കണക്റ്റഡ് ആകുമ്പോൾ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. കരങ്ങളടിച്ച് വായ് തുറന്ന് ആൽപ്പോടെ